പോവാ? മീൻ പിടിക്കാൻ പോവാ? മീൻ പിടിക്കാൻ പോവാ? പിന്നെ പോവാ. നീ നോക്കിയിരിക്കണ എങ്ങോട്ട്? മീൻ പിടിക്കാൻ. കുരിപ്പൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ നിന്നെ കൊണ്ട് ഇവിടുന്ന് മീൻ പിടിക്കാനല്ല, ഈ വീടിന്റെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ലച്ചാച്ചി അറിഞ്ഞ എന്നെ തൂക്കി വാരിട്ട് ഇടിക്കും. എല്ലാത്തിനും കിട്ടും. അപ്പോളോ നിനക്ക് കിട്ടൂല. നീ നിന്റെ അമ്മയെ കൂടെ എന്നെയാണല്ലോ തല്ലിക്കൊണ്ടിരിക്കണേ. ചേട്ടാ പ്ലീസ് മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കാൻ പോവാ. ചേട്ടൻ പറഞ്ഞല്ലേ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോ എന്നെ വെളിയിൽ കൊണ്ടുപോവാന്ന്. പിന്നെ വെളിയിൽ കൊണ്ടുപോവാന്ന് ഇപ്പൊ ഇന്ന് നടക്കൂല. പിന്നെ എപ്പോഴേലും നോക്കാൻ പോരെ. ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. എന്റെ പൊന്നു മക്കളെ, സ്നേഹം ഇല്ലാത്തോണ്ടൊന്നും അല്ല. ഞാൻ വല്ല നിങ്ങളെ പുറത്തു വെക്കണ്ടോ? ഞാൻ ലച്ചു ചേച്ചി ചെയ്യോ? നീ പിള്ളേരെ കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞോ? ഒന്നാമത് പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഈ മഴയത്ത് പിള്ളേരെ കൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോകണ്ടല്ലോ. മുട്ടുകാരൻ തല്ലി ഓടിക്കും കേട്ടല്ലോ. നല്ല വെയിലുണ്ടല്ലോ. അതെ, റെയിൻകോട്ട് ഒന്നും ഇട്ട് ആരും പുറത്തേക്ക് പോകുന്നില്ല കേട്ടാ. മിണ്ടാതെ ഇരുന്നാ മതി. അതെ, മിണ്ടാതിരുന്നാ മതി. പിന്നെ ഇപ്പം കൊണ്ടുപോവില്ല, സത്യമായിട്ടും കൊണ്ടുപോവില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം, അത്രല്ലേ ഉള്ളൂ. ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി മക്കളെ? ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടേ? നിന്റെ എന്റർടൈൻമെന്റ്. അത് കേശുമാമേ ഒരു വഴിയുണ്ട്, ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. മാജിക് ആണോ ഇഷ്ടമാണോ? നീ ഇവിടെ ഫസ്റ്റ് ക്ലാസ് മാജിക് ഇപ്പൊ കാണിക്ക്. ഇപ്പൊ നോക്കിക്കോ, ഞെട്ടിത്തരിക്കുന്ന്. ഈ ഗേറ്റ് എങ്ങാനും കടന്ന് പുറത്തേക്ക് പോയണ്ടല്ലോ. അറിയാലോ, നല്ലത് കിട്ടും എന്റെ കയ്യിന്ന്. ഞാൻ പോത്തില്ല. നിന്നുണ്ടല്ലോ, നിന്നെ പൂച്ചയാക്കി മാറ്റാൻ പോവാ. നിനക്ക് വാരിത്തരാൻ തിന്നു. മാജിക് കാണിക്കാൻ. കേശു, എതുക്കടാ മഞ്ഞപ്പൊടിയെല്ലാം എടുത്തിട്ട് വന്നേ? ഒരു മാജിക് കാണിക്കാനാണെന്ന്. എന്ത് മാജിക്കാ? മാജിക് കാണിക്കാൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ പറ്റില്ല. കാരണം വാതിലും ചെല്ലോ കൊട്ടിയാടാ. എന്തിന് മാജിക് കാണണ്ടേ? അതിന് വാലടക്കണ അടേ ചേച്ചി പറയാം. അടാ ചേച്ചി ചെല്ല്. ചേച്ചി അടോറങ്ങടാ. ഞാൻ അടിക്കറ. ഹലോ, എന്ത് ജനലും കഥമൊക്കെ അടച്ചിട്ടേക്കുന്നേ? ഭയങ്കര ഇരുട്ടാണല്ലോ. എന്താ പിള്ളേരെ ഇത്? മാജിക് ആണെങ്കിൽ മാജിക്കോ? നോക്കിക്കോണം. മഞ്ഞപ്പൊടി തീർക്കോ? മഞ്ഞപ്പൊടിക്ക് കണക്ക് പറയാതെ. ഇതായിരുന്നോ വലിയ മാജിക്? ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ട് വലിയ സംഭവമാണ്. ഇത് ഞാൻ എന്നും ചെയ്യുന്നില്ലയോ. വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിനകത്ത് കടുക് ഇടുന്നു, മഞ്ഞപ്പൊടി ഇടുന്നു, ഉള്ളി ഇടുന്നു, കടുക് വറക്കുന്നു, കറിക്കകത്ത് ഒഴിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഏതാണ്ട് വലിയ സംഭവമായിട്ട് എല്ലാരും കൂടെ എന്നെ വിളിച്ചാന്ന്. ഇത് കണ്ടാക്കി എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം.
ചേട്ടാ ഉം. ഒന്നും കൂടെ ചെയ്യ്. ആ നമുക്ക് ചെയ്യാ. നമുക്ക് ഈ അടുത്തത് മുളക് പൊടി ഇട്ട് ട്രൈ ചെയ്താലേ? മുളകുപൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടല്ലോ, അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എടുത്തോ. அப்படின்னா நான் போய் எடுத்துட்டு வரட்டா? ചെല്ലി ചെല്ലി പെട്ടെന്നാവട്ടെ. மிளகு பொடி, கரம் மசாலா, வேற என்ன வேணும்? മല്ലിപ്പൊടി എടുത്തോ. മല്ലിപ്പൊടി പറയിപ്പിക്കരുത്. நான் போய் எடுத்துட்டு வரேன். എന്തെങ്കിലും ചെയ്യിപ്പോ. പെട്ടെന്നാവട്ടെ. പക്ഷെ കൊള്ളായിരുന്നു. കേശു, നീ അത് മുളക് പൊടിയിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടാ. ഞാൻ ഇപ്പൊ വരാം. ചേച്ചി നമുക്ക് കുറച്ച് ഉപ്പ് ട്രൈ ചെയ്താലോ? പാട്ടാ കേട്ടോണ്ടിരിക്കണ? ശിവ എന്തേലും പാട്ടാ കേട്ടോണ്ടിരിക്കണന്ന്? എനിക്ക് പാട്ട് കേട്ടൂടി? പാട്ടൊക്കെ കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. റൊമാൻറ്റിക് പാട്ടാ കേട്ടോണ്ടിരിക്കണ? വെള്ളം കയറി കൊളുത്തിയ കൊളുത്തെങ്കിൽ ഞാൻ പറയാം. കൊളുത്തെങ്കിൽ ഞാൻ പറയാം. പറയും നിനക്ക് കൊളുത്തയച്ചു പടി. കൊളുത്തിയടാ? ഓ കൊളുത്തി. തമാശ പോച്ചുവാ. അതെന്ത് നിനക്ക് കൊളുത്താം എനിക്ക് കൊളുത്തിക്കൂടെ? നിനക്ക് കൊളുത്താം എനിക്ക് കൊളുത്തിക്കൂടെ? ശിവ അങ്ങനെ കൊളുത്തിക്കൂടാ. എന്ത് വർത്താനോ അത്? നിനക്ക് ഇവിടെ പ്രേമിക്കാം, എനിക്ക് പ്രേമിച്ചൂടെ? അത് വേറെ ഇത് വേറെ. നീ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യല്ലേ ശിവ? ഞാൻ കണക്ട് ചെയ്യും. നിനക്ക് ഇവിടെ നിന്റെ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങാം, അതിനൊന്നും പ്രശ്നമില്ല. എനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ പാരലൽ യൂണിവേഴ്സിറ്റി ആണ്. അതൊന്നുമല്ല. എനിക്ക് ഇവിടെ നിന്റെ ആംഗ്ലമായിട്ട് അതിന് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവസിയിൽ കയറി ഇടപെട്ടിട്ട് നീ ഒരു ഉത്തരവാദിത്തോടെ കാണിക്കാൻ നിൽക്കേണ്ട കേശുവേ, നടക്കൂല. ശിവ പ്രൈവസി എന്ന് പറഞ്ഞാൽ നീ നമ്മുടെ പറയല്ലേ ശിവ? മെർലിനെ നീ വീട്ടിൽ കയറ്റിയപ്പോ നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കയറ്റിയത്? മെർലിനെ നീ വീട്ടിൽ കയറ്റിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ്? ഞാൻ അത് പറയുമ്പോ ഇത് പറയാൻ തന്നെ ചെയ്യും. കേശുവേ, ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. നിനക്ക് പറ്റും, എനിക്ക് പറ്റില്ല. അതെന്ത് കേശു? നീ ഞാൻ പറയാതെങ്കള് ഒരു സമാധാനം തരുമോ? എനിക്ക് കുറെ പഠിക്കാനുണ്ട്. പാട്ട് കേട്ടോണ്ടിരുന്നല്ലേ വെക്കണതിന്? എന്താ നിന്റെ പ്രശ്നം? കൊണ്ട് എന്ത് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ചേച്ചി? എന്തോന്ന്? ഞാൻ ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് പാട്ടും കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇവൻ കയറി വന്നിട്ട് ചോദിക്കുവാണ് എനിക്ക് വല്ല അഫെയർ ഉണ്ടോ എന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ശിവ ഇതന്നെയായിരുന്നു എന്റെ റിയാക്ഷൻ. വല്ല തെറ്റും പറയാൻ പറ്റുമോ? ചേച്ചി, ഇവൻ ഈ വീട്ടില് മെർലിനെയും അലീനെയും ഹരിതയൊക്കെ കയറ്റിയപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ? ഇല്ലല്ല. പിന്നെ ഇവൻ എന്താണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? മൂത്തതൊക്കെ കണ്ട് ഇളയതൊക്കെ ഓരോന്ന് ചെയ്ത് കൂടുന്ന വേണ്ട. ദേ നിൽക്കുന്ന ഒരുത്തി നാളെ സ്കൂളിൽ പോകുമ്പോ 5-6 ബോയ് ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരും. ചേച്ചി ഇതങ്ങനല്ല. ഇത് പിന്നെ എങ്ങനാ? യേശു, നീ ഒരുമാതിരി മേൽശോഭന സ്വഭാവം കാണിക്കരുത്. എന്താ അച്ഛൻ വിളിക്കുന്ന? ശിവ, ചേച്ചി ഒന്ന് പറയുന്നത് കേൾക്കുവോ? നിനക്ക് ഇവിടെ ആവശ്യത്തെ കൂടുതൽ ഫ്രീഡം ഈ വീട്ടിൽ നിനക്ക് തന്നിട്ടുണ്ട്. എന്ത് വർത്താനോട് ചേച്ചി? അത് പറയുന്നത് ഒരുമാതിരി ഫ്രീഡം ഇല്ലാണ്ടാണല്ലോ. ശിവ, അത് ഇതോ നോക്കിക്കൊണ്ടിരിക്കുന്നേ. കറി പോവാച്ചോട്ട്. അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പോ. അല്ല, നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് ഈ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം ഉള്ളതിനെ പറ്റി. ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പ്രോബ്ലംസ്? ഇതിവിടെ നടക്കും. പറയണ കേട്ടാ? നിനക്കാവാങ്ങി എനിക്കും ആവാം. ഇതിവിടെ നടക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മോള് ഇവിടെ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നതല്ലേ? അത് തന്നെ വെച്ചോ. പിന്നെ ഈ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ ആ ഒരു റൊമാൻറ്റിക് മൂഡിൽ നിന്ന് കേട്ടാലേ കുറച്ചും കൂടെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഹൃദയത്തിൽ എൻ്റെ ഒരു തുടിപ്പൊക്കെ കിട്ടത്തുള്ളൂ.
എന്തില് തുടുക്കുന്നു? ഒരു നാൾ കിനാവു പൂത്തിടും അതിൽ ഞങ്ങളൊന്നു ചേർന്നിടും പിറാക്കൽ പോൽ. അത് ഞങ്ങള് അച്ഛി കണ്ടാ? കണ്ടു, കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശിവ നീ പ്രേമിക്കുന്നില്ലേ? ആ ഉണ്ട്. അത് ഒരെണ്ണത്തിനൊന്നും അല്ലല്ലോ, 5-ാമത്തിന് നീ പ്രേമിക്കുന്നില്ലേ? ആ അപ്പൊ പിന്നെ അവക്കും പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവള് വല്ല വള്ളി കേസാണ് കേറി പിടിക്കുന്നെങ്കിൽ തോന്നും എല്ലാം തോന്നും. പോടാ പോടാ പോടാ, അവളെ എന്റെ അനീറ്റിയാണ്, നിന്നെ പോലെ ഒന്നും അല്ല. വള്ളി കേസൊന്നും അവള് പിടിക്കൊന്നുമില്ല. ആര് പറഞ്ഞാ അവള് വള്ളിക്ക് വള്ളിക്കേസ്? ദൈവമേ, ഇനിയിപ്പൊ കെമിക്കൽ ഷിപ്പ് അങ്ങനെ ഉള്ളതാണോ? ശിവ അങ്ങനെ ചെയ്യൂ? ഞാനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ദൈവമേ, അല്ലേ லெச்சு, ஓ என்ன நான் அங்க போகும்போதும் பார்த்தேன், இங்க வரும்போதும் என்ன யோசிச்சுட்டு இருக்க? അതൊന്നുമില്ല. சொல்லுமா. ഒന്നുമില്ല ആന്റി. നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, മോഹങ്ങൾ തൻ ഏതോ തേരിൽ என்ன பாட்டெல்லாம்? എനിക്ക് പാടിക്കൂടെ? ആന്റി, ഞാൻ കാര്യം ചോദിക്കട്ടെ? கேளு. ஆண்டி யாரையாவது காதலிச்சிருக்கா? பெஸ்ட். ஒரு திருமணம் செஞ்சதே பெரிய விஷயம். திருமணம் இல்ல, அதுக்கு முன்னாடி ஊர்ல இவ்ளோ அழகான നമ്മുടെ ആന്റിയെ ആരെങ്കിലും കാതലിക്കാണ്ടിരിക്കൂല അല്ലേ? ஒன்னும் இல்லடா செல்லம். എൻകിட்ட പോയി சொல்லாத. ശിവ നിർത്തിക്കോ. എന്തിനാണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ചേച്ചി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എന്ത് കാര്യത്തിന്? ചേച്ചി പ്രണയം എന്നുള്ള ഇമോഷനെ ആൾക്കാർ ഇങ്ങനെ ഡീൽ ചെയ്യുന്നേ, അതിനൊരു ബ്യൂട്ടി ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചിയോടല്ലോ ചോദിച്ചേ, കാരണം ആന്റിയോട് അല്ലേ? ആന്റി പറ, എങ്ങിட்ட പോയി മട്ടും சொல்லாது யாராவது இருக்கும்ல? நான் ஸ்கூல்ல படிக்கும்போது ஒரு பையன் இருந்தான். அவன் எனக்கு லவ் லெட்டர் எல்லாம் கொடுப்பான். எங்க அப்பா, யாருடா அவன்? நான் வந்து பெரிய ரஜினி ஃபேன் தானே. ஆமா, அவனும் வந்து பெரிய ரஜினி ஃபேன். பேர சொல்லு. அன்பு செல்லம். அச்சோ, பேர எவ்வளவு அன்பு. இந்த ரஜினி படத்துக்கு அவர் எனக்கு டிக்கெட் எல்லாம் எடுத்து கொடுப்பாரு. அவர் எங்க லவ் லெட்டர் எழுதி தருவாரு தெரியுமா? எங்க? இந்த டிக்கெட்டுக்கு பின்னாடி. அத நான் செல்லமா படிப்பேன். എന്നിട്ട് അയാൾ തേച്ചിട്ട് പോയി. ചേച്ചി ചേച്ചി പോയിക്കാ അവിടുന്ന്. நீங்க சொல்லு. அப்புறம் என்ன சொல்லிட்டல? எஸ் சொல்லிட்டியா? எஸ் எல்லாம் சொல்லல. அவர் என்கிட்ட சொன்னாரு, அவர் பெரிய சினிமா நடன் எல்லாம் ஆயிட்டு வரேன்னு. அப்படியே சென்னைக்கு திருட்டு வண்டி ஏறிட்டு போனா சிவா. എന്തായി? பெரிய சினிமா நடன் ஆயா? அது எனக்கு தெரியல. நான் அன்னையில இருந்து எல்லா தமிழ் படமும் பார்ப்பேன். பார்க்கவே முடியலடா. ஓ, அப்போ அன்பு செல்லத்தை பார்க்கிறதுக்கு தான் ஒரு தமிழ் படம் கூட மிஸ் பண்ணாத இப்பவும் பார்த்துக்கிட்டே இருக்கு. கனகம் അല്ല, എവിടെ പോയെന്നാ അറിഞ്ഞത് പുള്ളിക്കാരൻ? ചെന്നൈ. ചെന്നൈ? നമ്മൂര് ചെന്നൈ? ഇനി ഞാൻ ചെന്നൈ പോകുമ്പോൾ ഞാൻ തപ്പി കണ്ടുപിടിച്ചോണ്ട് വരാൻ പറ്റുമെന്ന് നോക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അവൾ പഠിക്കാൻ പോണതല്ല, ആ കാര്യം നോക്കിയാ പോരെ? ചേച്ചിക്കല്ലോ ലെറ്റർ നമ്പച്ചിവം, ആന്റിക്കല്ലേ? അത് വേണ്ട. അത് വേണം. കണ്ടുപിടിച്ച് ഞാൻ சொல்லும். என்னோட கனக ஆண்டி உங்களோட பழைய ரஜினி படத்தோட டிக்கெட்டுக்கு பின்னாடி இருக்கிற லவ் லெட்டர் எல்லாம் வாய்ச்சு இப்போ என் வீட்டுல இருக்க ஒரு செகண்ட் சான்ஸ் வேணும்னா திடீர்னு வந்துட்டு നിർത്തോ? മതി ഇവിടെ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചേച്ചി എന്തിനാണ് ചൂടാവുന്നത്? അല്ല കനകു, പ്ലീസ്, உங்களுக்கு யாராவது லவ் லெட்டர் தந்தியா? ഇതെന്റെ ഭാര്യക്കണ കേക്കരുത് കേട്ടാ. എന്നെ തന്നില്ലേ? പറ. അതെ, ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ?
എന്താ ഫോണോ എന്നാ അതല്ല ഒച്ചേ ആ ആ പയ്യൻ വിളിക്കാറുണ്ടോ? ആരെ വിളിക്കാറുണ്ടോ? ആരുമില്ല. അല്ല ആരെ വിളിക്കാറുണ്ടോന്ന് ചോദിച്ചില്ലേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്ത് സംസാരിച്ചിരുന്ന കനാന്റെ? എന്തിനാ സംസാരിച്ചിട്ടേ? ഇത്ര സ്ത്രീകളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ കേടേ കയറി വന്നിട്ട് എല്ലാം അറിയണോ? അല്ല ഞാൻ ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ. എന്നാ പോക്കോളൂ. അതോ നമ്മ എന്നെ சொல்லிட்டு இருந்தோம். ആ ചേച്ചിക്ക് ലവ് ലെറ്റർ. ഒറ്റ അടി ഒന്നുണ്ടല്ലോ. ചേച്ചിക്ക് വേറൊന്നും ചോദിച്ചായിരുന്നല്ലോ. ആര് വിളിക്കുന്ന കാര്യം? പറയേച്ചി, ആര് വിളിക്കണ കാര്യോ? ഒന്നുമില്ല. പറയേച്ചി. അല്ലെങ്കിലേ ചേച്ചി പിന്നെ പറഞ്ഞാ മതി. കാതലേ കാതലേ ഇനിയിപ്പോ അവനെങ്ങാനും ആണോ? யாரு முத்துப்பாண்டியா? അതല്ല എന്റെ പൊന്നോ, മിണ്ടായിരിക്കൂ. അതിന്റെ തീ ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു മുത്തുപാണ്ടി. കൊച്ചാണെങ്കിയൊന്നും പറയുന്നില്ല, മനസ്സിലൊന്നും മനസ്സിലാവണമില്ല. ഇത് കൈവിട്ട് പോയി. ഇനി ബാക്കിയുള്ളവരോടൊക്കെ എന്ത് സമാധാനം പറയും? കുഴിപ്പുറത്ത് പോയാലോ? അല്ലെങ്കിൽ വേണ്ട. ശിവ, ശിവ, നല്ല മഴക്കാറുണ്ടല്ലേ? ശരിയാ, നല്ല മഴക്കാറുണ്ട്. മഴ ഒന്ന് പെയ്താ മതിയായിരുന്നു. അതെ അതെ, ഒരു വല്ലാത്തൊരു മൂഡല്ലേ ചേച്ചി? മഴയും കൂടെ പെയ്യുവാണെങ്കിൽ നല്ല റൊമാൻറ്റിക് മൂഡായിരിക്കും. പിന്നെ അതെ, നീ നേരത്തെ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചില്ലായിരുന്നു? എന്താ ചോദിച്ചേ? അല്ല, ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കാരും ലവ് ലെറ്റർ തന്നിട്ടില്ലേന്ന്. തന്നിട്ടില്ല അല്ലേ? തന്നിട്ടില്ലെന്നല്ല, 5-6 പേരൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ ഞാൻ അവരോടൊക്കെ നോ പറഞ്ഞു. നല്ല കാര്യം ചേച്ചി. അതെന്തുകൊണ്ടാ പറഞ്ഞെന്ന് ചോദിക്കുന്നോ? അയ്യോ, നല്ലതാണ് നോ പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായി പോയേനെ, ജീവിതത്തിൽ നരകിച്ചു പോയേനെ അവര്. അതല്ല കൊച്ചേ, ഞാൻ അവരുടെ ക്യാരക്ടറും കൂടെ നോക്കിയിട്ടാണ് നോ എന്ന് പറഞ്ഞത്. ഒരുത്തരാണെങ്കിൽ 24 മണിക്കൂറും മദ്യപാനം, വേറൊരുത്തരാണെങ്കിൽ ക്ലാസ്സിൽ പോലും കയറൂലെന്നേ, വെറുതെ അങ്ങ് തെക്കും മടക്കും നടക്കും. പിന്നെ വേറൊരുത്തരുണ്ടായത് ആസ്ഥാന കാട്ടുകുഴി. തലയ്ക്ക് ബുദ്ധി വീറുള്ള ഒരുത്തം പോലും ചേച്ചി പ്രണയിച്ചില്ലേ? കൊച്ചേ, ഞാൻ അവരുടെ അടുത്തൊക്കെ നോ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ശരിയാ. പിന്നെ പിന്നെ അവൻ വിളിക്കാറുണ്ടോ? എവൻ വിളിക്കാറുണ്ടോ? മറ്റവനെ. മറ്റവനാ? ഏതവൻ? ഇനി നമ്മള് നീ അന്ന് നേരത്തെ അടുക്കളയിൽ വെച്ച് പറഞ്ഞില്ലേ, അവൻ. ഞാൻ ആരും പറഞ്ഞില്ലല്ലോ കൊച്ചെ. നമ്മളന്ന് പോലീസിനെയൊക്കെ വിളിച്ച് പിടിപ്പിച്ചില്ലേ? പോലീസിനെ വിളിച്ച് പിടിപ്പിക്ക്? അതാരടേ? കെമിക്കല്. ഓ, കെമിക്കല്. ആ, കെമിക്കല്. അവൻ വിളിക്കാറുണ്ടോ? കെമിക്കല് എന്താ? എന്താ? അല്ല, രണ്ടുപേരെയും കണ്ടില്ല, അപ്പൊ പിന്നെ ഒന്ന് ഞങ്ങൾ ചേച്ചി അനിയത്തിയെ കൂടെ പേഴ്സണൽ സ്പേസ് സംസാരിച്ചോണ്ടിരിക്കുക. അതിന്റെ നിനക്ക് എന്താ കാര്യം? പേഴ്സണൽ സ്പേസ് പേഴ്സണൽ സ്പേസ് നേരത്തെ പറഞ്ഞ കാര്യമെല്ലാം തന്നെ തന്നെ. എന്ത് പറയണോക്കെ അവള് കാര്യം എണ്ണി വെച്ചോ. അത് വല്ലോ ആണെങ്കിൽ യേശുവിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. അറിയുമ്പോഴല്ലേ നമ്മൾ അറിഞ്ഞോളാം. അതെ, ആ പിള്ളേരവിടെ നോക്കിയിട്ട് പിള്ളേര് പാറമടലോട്ട് പോണുണ്ട്. ആടാ, എന്നാ പോയി വിളിച്ചോണ്ട് പോവാ. ചെല്ല്, പോടാ, പോയി വിളിച്ചോണ്ട് പോടാ. കാണിച്ചു
അത് ഞാൻ ചോദിച്ചു കെമിക്കൽ ഷിബുവേട്ടനെ പറ്റിയല്ലേ? എന്താ കെമിക്കൽ ഷിബുവേട്ടനെ പറ്റിയല്ലേ? ഷിബു ചേട്ടൻ അതെപ്പോ? എന്താ കെമിക്കൽ ഷിബുവേട്ടനെ ഷിബുവേട്ടൻ വിളിച്ചൂടെ? എന്താണ് എന്റെ ചേച്ചി, ഷിബുവേട്ടൻ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. എല്ലാ തെറ്റുകളൊക്കെ മാറ്റി ഇപ്പൊ നല്ലൊരു വ്യക്തിയാണ് ഷിബുവേട്ടൻ. അല്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? നമ്മൾ ഇനി ഷിബുവേട്ടനെ പണ്ടത്തെ ഒരാളെ പോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിബുവേട്ടൻ പണ്ടത്തെ മോശമായിട്ടുള്ള പാതക്കൂടല്ലേ പോകത്തുള്ളൂ. അതാ ഞാൻ ചോദിച്ച അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്ന്? എന്റെ ചേച്ചി, ശരിയും തെറ്റൊക്കെ ആപേക്ഷികമാണ്. എന്ത് ആപേക്ഷികം എന്ന് വെച്ചാ? അതൊക്കെ മക്കള് വഴിയേ അറിഞ്ഞോളൂ കേട്ടാ. ആപേക്ഷികോ? ലോക്കാക്കി വെച്ചേക്കണം. പാസ്വേഡ് ചേച്ചി, എന്താ? എന്റെ ഫോൺ. ആ നിന്റെ ഫോൺ ഞാൻ കുഴിപ്പടത്ത് വിളിക്കാൻ വേണ്ടി എടുത്തതാ, പക്ഷെ ലോക്ക്. എന്റെ ചേച്ചിയുടെ ഫോണിൽ വിളിച്ചൂടെ? ആ അതിലെന്തോ റേഞ്ച് കിട്ടുന്നില്ല. ഈ ലോക്കൊന്ന് മാറ്റി തന്നെ, ഞാൻ കുഴിപ്പടത്തേക്കൊന്ന് വിളിക്കട്ടെ. മാറ്റിത്താ. ഇത് നോക്കണേ, കുഴിപ്പടത്ത് വിളിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞപ്പോ അല്ലാന്ന്. ലോക്ക് മാറ്റിത്തരാം. എന്നാ എന്താണ് എന്ത്? ചേച്ചി എന്താണ് കാണിക്കുന്നത്? കുഴിപ്പടത്തേക്ക് വിളിക്കുന്നു. ഇങ്ങനെയാ ചേച്ചി? വേണ്ട കേട്ടോ. ചേച്ചി എന്റെ കോൾ സ്റ്റോക്ക് വരുന്നില്ലേ? കോൾ സ്റ്റോക്ക് ആണ്. ഞാൻ അതിന് നിന്റെ കോൾ സ്റ്റോക്ക് നോക്കണം. വെറുതെ ആവശ്യത്തൊന്നും പറയില്ല കേട്ടോ. ചേച്ചി, ഞാൻ അത്ര പൊട്ടത്തിയൊന്നും അല്ല. എന്റെ തലയിൽ വെളിച്ചൊക്കെ ഉണ്ട്. ആണല്ലോ. ആ വെളിച്ചം ഉണ്ടല്ലോ. ഉണ്ട്. അത് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ചേച്ചി ഓരോന്നൊക്കെ പറയുന്നേ. ചേച്ചിക്ക് ഇത് എന്തോന്നാണ് ചേച്ചി? വയ്യേ? അതല്ല, ആ കെമിക്കലിന്റെ കാര്യം. ചേച്ചിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഇത് മാത്രം ചിന്തിക്കാനുള്ളോ? പിന്നെ എനിക്ക് ഞാൻ നിന്റെ കാര്യമല്ലാതെ വേറെ എന്ത് ചിന്തിക്കാനാണ്? ചേച്ചി, കെമിക്കലിനല്ല, ആ ചേട്ടനൊരു പേരുണ്ടല്ലോ, ഷിബു, അങ്ങനെ വിളിച്ചാൽ മതി. നമ്മളാണ് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവഗണിച്ച് നിർത്തുന്നത്. ആ ഷിബു എങ്കിൽ ഷിബു മുത്തേ. ഷിബു ഓരോ പഞ്ചാര വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. ആ അവരെങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ? ആണല്ലേ? ആ തലക്കകത്ത് ശകലം പോലും ആൾതാമസം ഇല്ല. എന്റെ ചേച്ചി, ഷിബു ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ട് ആ വഴിക്കങ്ങ് പോയി. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചുമില്ല, കണ്ടുമില്ല. ഞാനാണെങ്കിൽ കാര്യം മറന്നുപോയും ചെയ്തു. ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു തന്നെ അതിനെ പറ്റി. ചുമ്മാ കള്ളം പറയല്ലേ? ഞാൻ എന്തിനാ ചേച്ചി കള്ളം പറയണേ? അല്ല ചേച്ചി ഇത് ടെൻഷൻ അടിച്ചോയാ? അതവിടെ നിൽക്കട്ടെ. അല്ല അപ്പൊ നിനക്ക് വന്നോണ്ടിരുന്ന കോളൊക്കെ നീ എന്തിനാ കട്ട് ചെയ്ത് കളഞ്ഞോണ്ടിരുന്നത്? എനിക്ക് ഇത്ര നേരം വന്നിരുന്ന കോളി നമ്പറിൽ നിന്നാണ്. എന്താണ് നമ്പർ? കസ്റ്റമർ കെയർ. ചേച്ചി, പിള്ളേർക്ക് ബോറടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേശു മാജിക് കാണിച്ചു കൊടുത്തു. എനിക്കും ബോറടിച്ചു. എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? ഞാൻ ചുമ്മാ ഈ നമ്പർ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. പക്ഷെ കറക്റ്റായിട്ട് ചേച്ചി കയറിയും കൊളുത്തി. ഇപ്പോഴും വിശ്വാസമായില്ലേ? എന്റെ പൊന്നേച്ചി, സത്യമായിട്ട് കസ്റ്റമർ കെയർ ചെയ്യുന്നതാണ്. തന്നാണ്ടല്ലോ മനുഷ്യനെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിപ്പിച്ചിട്ട്. പിന്നെ ഉള്ളില് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ കൊച്ചു വഴി തെറ്റി പോവില്ല എന്ന്. അതുകൊണ്ട് പിന്നെ ആ ഒരു ദേഷ്യം പരവേശ കണ്ടപ്പോഴത്തേക്ക് എവിടെ വരെ പോയിട്ട് വെച്ചിട്ട് ഞാൻ നിന്നിരുന്നു. ആണല്ലേ? ആരാ വിളിക്കണു? നീ അല്ലേ പറഞ്ഞ പുള്ളി വിളിക്കാറൊന്നുമില്ലത്? പുള്ളി വിളിക്കാറില്ല, ഇപ്പൊ ആദ്യമായിട്ട് വിളിച്ചോളൂ. എടുക്കണ്ട. ഞാൻ എടുക്കൂല. ഞാൻ എടുത്തിട്ട് നീ എന്നെ- അയ്യോ, അത് കട്ട് ചെയ്ത് അത് അവിടെ ഇരിക്കട്ടെ. എന്തായിരുന്നല്ലോ? ഒന്നുമില്ല. എന്താ ഫോൺ അടിക്കുന്നത്? എവിടെ? അറിയില്ല. ഫോൺ അവിടെ നോക്കിയിട്ട് അത് കസ്റ്റമർ കെയർ അല്ലേ? അതെ.
അത് നോക്കാതെ എങ്ങനെ പറയും? അതിന്റെ റിങ് കേട്ടോ എനിക്ക് മനസ്സിലാവും. എന്ത് ഇതരോ കള്ളത്തരം ഉണ്ടല്ലോ രണ്ടിന്. കളത്തരോ? അത് നിനക്ക്. ആർക്ക്? നിനക്ക്. എന്താ ഈ പിള്ളാരെയൊക്കെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് പഠിപ്പിച്ച്? കിച്ചണില് ഒരു പൊടി കൂടെ മിച്ചമില്ല. പൊടിയാ? എന്ത് പൊടി? ആ അരിപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഗോതമ്പ് പൊടിയില്ല. ഇത് എന്തിന് കടു വരുന്ന അതുപോലും ഇല്ല. അതൊക്കെ എവിടെ പോയി? അതെ, ഇതും കൂടെ രണ്ടും കൂടെ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് കലക്കി വെച്ചു. എന്നിട്ട് മാജിക്ക് കാണിച്ചു അത്രേ. അമ്പടി ചിരിക്കണോക്കെ അതില് കൊടുക്കാം മുമ്പ് 2 എണ്ണം. കേശവൻ ഓരോന്ന് കാണിച്ചത് ഞങ്ങളെ ചീത്തയാക്കുക. കൊടുക്കാൻ പോവേ നല്ലത്. കൊടുക്കണോന്ന് അയ്യോ എന്നെ മൂന്നിന് എന്തോ നോക്കുക ചിമ്മിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തിട്ട് ഉത്തരം പറ. ഞാൻ എന്തുത്തരം കൊടുക്കാനാ? അടുത്ത ഡയലോഗ് പറയട്ടെ. കൊല്ലും ഞാൻ. എന്നാ ചേച്ചി ഡയലോഗ് പറ. കട്ട് ചെയ്ത് വെക്കണയാ. മോളെ ഇത് പണിയാവും.